കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഏവർക്കും ആകാംക്ഷ. കേരളത്തിൽ കനത്ത പോളിംഗ് നടന്നു. ഇതൊരു ഭരണമാറ്റത്തിനുള്ള സൂചനയാണ് നൽകുന്നതെന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ. ഇപ്പോൾ പൊതുവെ പറയുന്നത് തന്നെ ബൈ ബൈ സി എം എന്നാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യം. അങ്ങനെ ഭരണമില്ലാതിരിക്കുന്ന ഒരു പിണറായി വിജയനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റുമോ? മാത്രമല്ല, അദ്ദേഹം ഭരണമില്ലെങ്കിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ധർമ്മടത്ത് ഒരു ഒഴിവ് കൂടെ വരുമെന്നാണ് കേൾക്കുന്നത്. കാര്യം സുധാകരനെ പോലുള്ള ഒരാൾ സ്പീക്കറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണറായിയുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ്. സുധാകരൻ ജയിക്കുകയും സ്പീക്കറാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിണറായിയെ പോലുള്ളവരെ സഭയിലിട്ട് പൊരിക്കുന്നു എന്നുള്ളതിനകത്ത് ഒരു സംശയവും വേണ്ട. അല്ല, ആരായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവായിട്ട് സഭയിലിരിക്കാൻ താല്പര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ബേപ്പൂർ മരുമോൻ തോക്കുകയാണെങ്കിൽ ആ സീറ്റ്, ധർമ്മടത്തെ സീറ്റ് വേണമെങ്കിൽ മരുമോന് കൊടുക്കുകയും ചെയ്യാറ്. ബേപ്പൂരിൽ മരുമോൻ തോക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടിലാണ്. അല്ല, അവിടെ ഇപ്പോൾ ബേപ്പൂരിൽ അദ്ദേഹം അതിൻ്റെ DJ പാർട്ടിക്ക് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അൻവർ പറയുന്നത്. അൻവർ നമ്മൾ തീരെ നിസ്സാരക്കാരനായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ ബേപ്പൂർത്തെ വർക്ക് തുടങ്ങി. അൻവർ ജയിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ആഘോഷമായിരിക്കും. വലിയൊരു ആഘോഷമാണ്. അല്ല, അദ്ദേഹം ഇപ്പം ഇലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല ഇലക്ഷനിലും ജയിക്കുന്ന വോട്ടുകൾ നിർണായകമാകുന്ന വളരെ നിസ്സാരമായ വോട്ടുകളാണ്. ചിലപ്പോൾ 2000-3000 വോട്ടുകളായിരിക്കും ചിലപ്പോൾ നിർണായകമാകുന്നത്. മുഹമ്മദ് റിയാസിനെതിരായിട്ട് ഉള്ള ഒരു പൊതുവേ ഒരു വോളം CPM-നകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാര്യം 2-3 ചാൻസ് ജയിച്ച തിരുവനന്തപുരത്തെ CK ഹരീന്ദ്രനോ IB സതീഷിനോ വളരെ സീനിയറായിട്ടുള്ള, ഈവൻ നമ്മുടെ 7 പ്രാവശ്യം തിരുവല്ലയിൽ നിന്ന് ജയിച്ച റാന്നി MLA പോലും ഒഴിവാക്കിയിട്ട് മരുമകനെ രാജു അബ്രഹാം എന്നിട്ട് 5 തവണ മരുമകനെ പിടിച്ചിട്ട്, അതും ആഭ്യന്തര വകുപ്പ്, ടൂറിസം വകുപ്പ് തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് വകുപ്പാണ്, അതിൻ്റെ കൂടെ പൊതുമരാമത്ത്. എന്നിട്ട് നടത്തിയതോ ആകെ ഈ കേരളത്തിൽ വികസനം നടന്നിട്ടുള്ളത് റോഡും പാലമാണ്. ഇതിൻ്റെ ഒന്നിൻ്റെയും ഫണ്ട് സംസ്ഥാനത്തിൻ്റെ അല്ല. ഇതെല്ലാം കേന്ദ്ര ഫണ്ടിൽ ചെയ്ത കാര്യങ്ങളിൽ ഫ്ലെക്സ് അടിക്കുന്ന മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ മൊത്തത്തിൽ ഇപ്പം ബേപ്പൂർ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാര്യം പൊതുവെ തരംഗം എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ അദ്ദേഹത്തെക്കാളും നല്ല ഇസ്ലാമിസ്റ്റാണ് അൻവർ എന്ന് ചിന്തിക്കുന്ന ലീഗുകാരുണ്ട്. അദ്ദേഹത്തെ സതീശൻ ചവിട്ടി പുറത്താക്കുന്ന ഒരു സമയത്ത് പോലും ലീഗ് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് അവിടെ നിന്നു. കാര്യം ബേപ്പൂർ ജയിക്കേണ്ടത് ലീഗിൻ്റെയും കൂടെ ആവശ്യമാണ്. ബേപ്പൂർ ഒരു മുസ്ലിം ജയിച്ചു പോവുകയും ഒരു CPM-ൻ്റെ ഒരു യുവാവ് ജയിച്ചു പോകുന്നത് കാണുമ്പോഴത്തേക്ക്, അത് കോഴിക്കോട് തോറ്റ ഒരാളെ പിടിച്ചിട്ട് ബേപ്പൂർ കൊണ്ട് നിർത്തി ജയിപ്പിച്ചപ്പോഴത്തേക്ക് അത് ലീഗിന് കർണത്ത് കിട്ടിയ ഒരു അടിയായി. പക്ഷെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾക്ക് പിണറായിയുമായിട്ടൊക്കെ വലിയ അടുപ്പമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു കളി ബേപ്പൂരിൽ നടത്തും എന്നുള്ളതാണ്. അത് പറയാൻ പറ്റത്തില്ല. അത് ഈ കാര്യങ്ങളിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഇടപെട്ട പല കാര്യങ്ങളിലും 2 മുന്നണികളും ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഉദാഹരണം പറയാം. അച്യുതാനന്ദൻ്റെ മകനെതിരായിട്ട് ആ ഒരു ഇഷ്യൂ വന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അയാൾ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പോലും അന്നത്തെ അബ്ദുൾ റബ്ബ് തയ്യാറായില്ല. കുഞ്ഞാലിക്കുട്ടി ഒട്ടും തയ്യാറായില്ല. ഒരു നടപടിയും അരുൺകുമാറിനെതിരായിട്ടുണ്ടായി. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം അരുൺകുമാറിനെതിരായിട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്ന ഒരു അവസരം വരെ വന്നു. അപ്പോൾ ഈ ഭരണതലത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ NDA പറയുന്ന ഒരു കാര്യം ശരിയാണ്, ഇവർ 2 അല്ല 1 ആണ്. കേരളത്തിന് വെളിയിൽ അവർ 1 ആണ്. ഇപ്പോൾ പ്രിയങ്ക തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് സംസാരിച്ച ആ സംസാരം എന്തുകൊണ്ട് പിണറായി കള്ളനാണെന്ന് ഡൽഹിയിലെ ഇന്ത്യ മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് പറയാത്തത്. അപ്പോൾ അവിടെ കേരളത്തിന് ഇതൊരു നാടകമാണ്. LDF UDF തമ്മിൽ കേരളത്തിൽ നടത്തുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നാടകമാണ്. ഈ മെലാഡ്രാമയ്ക്ക് നമ്മൾ മലയാളികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആരും അത് കാര്യമായിട്ട് ചോദ്യം ചെയ്യുന്നില്ല. NDAക്കാർ ചോദിക്കുന്നതല്ലാതെ കോൺഗ്രസ്സുകാർ പോലും ചോദിക്കുന്നില്ല ഇതെന്തുകൊണ്ട് ഇവിടെ നടക്കുന്നു എന്നുള്ളത്. കാരണം കളിയിക്കാവിളയ്ക്ക് അപ്പുറം ദോസ്തി, കളിയിക്കാവിളയ്ക്ക് ഇപ്പുറം ഗുസ്തി. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തിനാണ് പിണങ്ങുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു അറിവില്ല. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കടത്ത് വന്നപ്പോഴത്തേക്ക് കൈകൾ ചെന്ന് നേരെ സോണിയയുടെ അടുത്ത് നിന്നു. അതോടെ കോൺഗ്രസ് ശാന്തമായി. സോണിയയിലേക്ക് പോറ്റിയെത്തിയപ്പോഴത്തെ കോൺഗ്രസ് ശാന്തമായി. ഇതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സാണ് കേരളം കഴിഞ്ഞ
10-70 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭരണ തുടർച്ച ഉണ്ടാകുന്നതിന് ഭരണ തുടർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. കാര്യം അനിയൻ പോയിട്ട് ചേട്ടൻ പോയിട്ട് അനിയൻ വന്നു എന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. കാര്യം ഇവർ രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഇവർക്കെതിരായിട്ടുള്ള ഒരു കേസിൽ ഇപ്പം സതീശൻ പറഞ്ഞില്ലല്ലോ, ശബരിമല നാമജപ സമരം നടത്തിയവർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. പിണറായി കൂട്ടി ഏതെങ്കിലും ഒരു നികുതി കുറയ്ക്കാമെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ഗവൺമെന്റിന്റെ ഏതെങ്കിലും റോങ് ഡൂയിങ്സ് ഞങ്ങൾ കറക്റ്റ് ചെയ്യാം എന്ന് സതീശൻ ഇതുവരെ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശബരിമലയുടെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റി സർക്കാർ, എന്നിട്ടും കേസ് പിൻവലിച്ചില്ല എന്നുള്ളതാണ്. കേസ് പിൻവലിക്കുന്നില്ല. അല്ല, ഈ ശബരിമലയിലെ നിലപാടിൽ കേസ് പിൻവലിക്കാതിരിക്കുന്ന എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ? അല്ല, ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത് ശബരിമല കേസല്ല യഥാർത്ഥത്തിൽ. ഇത് സംബന്ധിച്ച് പല മതവിഭാഗങ്ങളുടെയും ഭാഗത്തു നിന്ന് വന്ന കേസുകളിൽ സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ചിനെ എടുത്തിട്ട് വിശ്വാസങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുന്ന ലിമിറ്റ് ഏതുവരെ എന്ന് പരിശോധിക്കുന്ന ഒരു ബെഞ്ചാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി പുനഃപരിശോധിക്കുന്ന ഹർജിയല്ല നടക്കുന്നത്. ആ ഹർജിയല്ല നടക്കുന്നത്. അതിനെ പറ്റിയിട്ടൊരു ഹർജി ഇല്ല. ഇപ്പോൾ നടക്കുന്നത് മറ്റു പല മതവിഭാഗങ്ങളിലെയും ഇസ്ലാമിലെയും സിഖ് മതത്തിലെയൊക്കെ പല വിഭാഗങ്ങളിലും ഇത്തരം ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ശബരിമലയിൽ നമുക്ക് കറുത്ത ലുങ്കി കൊടുത്തുകൊണ്ട് കയറാം, അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലുങ്കി കൊടുത്തുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ആർട്ടിക്കിൾ 16 ഒന്നല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 16 നമുക്ക് പലപ്പോഴും ഒരുപോലെ ആക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ആർട്ടിക്കിൾ 16 നായകൾക്ക് ബാധകമാണല്ലോ. പോലീസിൽ നായകൾ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന ബ്രീഡിലുള്ള നായകളെ എടുക്കാവൂ എന്ന് പറയുന്നത്? അപ്പോൾ ആർട്ടിക്കിൾ 16 പലയിടത്തും അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പലരും മാറ്റിമറിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ സർക്കാർ ഓർഡറുണ്ട്. എന്തുകൊണ്ട് അന്ന് ആദ്യം കയറ്റി 3 പേർക്ക് പോയതിന് ശേഷം വേറെ ആർക്ക് ശബരിമലയിൽ കയറണമെന്ന് ആഗ്രഹം തോന്നാത്തതിൻ്റെ കാര്യം എന്താ? ഇപ്പോഴും ആ പ്രൊവിഷൻ നിലനിൽക്കുകയാണ്. അതെ, ആരും കയറുന്നില്ലല്ലോ, ആരും കയറാൻ വരുന്നില്ലല്ലോ, ഗവൺമെന്റിന് ആരും തടയേണ്ടി വരുന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ആ വിധി എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അപ്പോൾ ഇത് ചില സ്ഥാപനങ്ങളെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചിലരുടെ തിടുക്കമായിരുന്നു എന്ന് നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ ഇവർ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞാൽ ഈ നിലപാട് മാറ്റവും ഈ ശബരിമലയിലെ ഇഷ്യൂ ആയിട്ട് പ്രത്യേകിച്ച് വിധിയൊന്നും വരാൻ പോകുന്നില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം, അവിടെ ഈ മീഡിയയ്ക്ക് ഒരു അജണ്ടയുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയമല്ല, യുവതീ പ്രവേശന വിഷയവും. സ്ത്രീകളെ വിലക്കിയിട്ടില്ല, യുവതികളെ വിലക്കുന്നു. അത് ഓരോരുത്തരുടെ ആചാരമാണ്. ഇപ്പോൾ ഗുരുവായൂർ മേൽമുണ്ട് ആണുങ്ങൾക്ക് പാടുള്ളൂ, പെണ്ണുങ്ങൾക്ക് മേൽമുണ്ടും അല്ല, അവർക്ക് ബ്ലൗസ് തന്നെ ധരിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് മേൽമുണ്ട് എടുത്തുകൊണ്ട് പോകണമെന്ന് സ്ത്രീകളാരും അവിടെ പോയിട്ട് ആവശ്യപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഇത് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷനെ എടുത്തിട്ട് ഹിന്ദുക്കളുടെ മതവിശ്വാസത്തിന് തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ചില കുബുദ്ധികൾ കാണിച്ച ഓവർ സ്മാർട്ട്നെസ് ആണ് ഇതിനകത്ത് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരാരും വിശ്വാസികളല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊന്നും വിശ്വാസികളല്ലായിരുന്നു. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ തന്നെ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി ഒരു ഭരണമാറ്റത്തിലേക്ക്. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ മാതിരി രാവിലെ 9 മണിക്ക് തന്നെയുള്ള പോളിംഗ് വളരെ ശക്തമാവുകയും 80% പോളിംഗ് കൂടിയെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ആൾക്കാരെ കഴിഞ്ഞ തവണ SIR പ്രകാരം നമ്മൾ ആവറേജ് കുറച്ചു. അത് അത്രയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വോട്ടിംഗ് ശതമാനം കൂടിയെന്ന് വരുന്നതാണ്. യഥാർത്ഥ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടില്ല, പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അപ്പം പോൾ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം കൂടാതെ തന്നെ പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾ എവിടെയാണോ വോട്ടിങ്ങിന് പോകുന്നത് അവിടെ BJPക്ക് അനുകൂലമാണെന്ന് പറയും. അത് ഈ അമ്പ് ചെന്ന് കൊള്ളുന്നത് മലപ്പുറത്താണ്. കാര്യം ഇസ്ലാമിക സമൂഹത്തിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ലിബർട്ടീസ് കൊടുത്ത ഒരു സർക്കാരാണ് NDA സർക്കാർ. അത് മുത്തലാഖ് വിഷയമായാലും ശരി, സ്ത്രീകളുടെ വിദ്യാഭ്യാസ വിഷയമായാലും ശരി, സ്വത്തവകാശ നിയമമായാലും ശരി, മറ്റു പല വിഷയങ്ങളും. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. ഈ NDA ഗവൺമെൻറ്റിൻ്റെ പല പ്രഖ്യാപനങ്ങളുടെയും പല നടപടികളുടെയും മുഖ്യമായിട്ടുള്ള ഉപഭോക്താക്കൾ ആരാന്ന് ചോദിച്ചാൽ, ഗുണഭോക്താക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള സ്ത്രീകളാണ്. ആ ഒരു അപ്രൈസിങ് നല്ലവണ്ണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് 25% വോട്ടുള്ള UP-യിൽ പോലും നമ്മുടെ യോഗി ഗവൺമെൻറ് വളരെ
കംഫർട്ടബിളായിട്ട് ഭരിച്ചു പോകുന്നുണ്ട്. ഒരു സമയത്ത് BSP എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതെന്ന് നമുക്കിപ്പോൾ ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. BSP എന്നൊരു പാർട്ടി തന്നെ ഇല്ലാതായ ഒരു അവസരം നമ്മളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പാർട്ടി ഇല്ല. മായാവതി ഒരിക്കൽ ജയലളിതയെ പോലെ ശക്തമായ ഒരു സ്ത്രീയെ, ജയലളിതയെക്കാളും ശക്തമായ ഒരു സ്ത്രീയായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്നാണ് നടന്നിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞ ആ സ്ത്രീ വോട്ടർമാരുടെ എണ്ണ കൂടുതൽ കാണിക്കുന്നത് ഇസ്ലാമിക വിഭാഗത്തിലുള്ള സ്ത്രീകൾ തന്നെ തിരിച്ചു കുത്തിയിട്ടുണ്ടോ എന്ന് വേണം കാണാൻ. ഈ ഇടയ്ക്ക് തന്നെ ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് തന്നെ കുറേ BJP സ്ഥാനാർത്ഥികൾ മലബാറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്തേക്കുന്ന, സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ചെയ്തേക്കുന്ന നല്ല കാര്യങ്ങൾ അവർ എൻഡോസ് ചെയ്യുന്നുണ്ട്. അത് വോട്ടായിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറത്തെ വോട്ടിംഗ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിരുദ്ധ വികാരം നല്ലവണ്ണം ഉണ്ട്. പക്ഷേ അത് എന്തുമാത്രം BJP കോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് ആ വിരുദ്ധ വികാരം കത്തിച്ചു പോവുകയാണെങ്കിൽ LDFന് നല്ല തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം CPIയുടെ തന്നെ അവലോകനത്തിൽ അവർ 10 സീറ്റിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. അതായത് 50% പോയി എന്നാണ് അവരുടെ കണക്ക്. ആവറേജ് 20 സീറ്റിൽ നിന്ന് 10 സീറ്റെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് CPIക്കാണ്. കാര്യം CPMൻ്റെ കാഡർ വോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോലും പലപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത 10-20 ദിവസങ്ങളൂടെ കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ട് വരും. എനിക്ക് തോന്നുന്നത് 3-ാം തീയതി തന്നെ ഏകദേശം ഒപ്പീനിയൻ പോൾ, എക്സിറ്റ് പോൾ പുറത്തു വരുമെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അവസാന ഇലക്ഷൻ കഴിഞ്ഞ് എനിക്കൊന്ന് 29ൻ്റെ ഫൈനൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം 29ാം തീയതി ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എക്സിറ്റ് പോളുകൾ വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളുകൾ ഏകദേശം ഒരു 90% ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വരുമ്പോഴത്തേക്ക് 29ാം തീയതി തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.